ശബരിമലയിലെ സ്വർണ്ണ കവർച്ച കേസിന്റെ അന്വേഷണം, പ്രത്യേക അന്വേഷണ സംഘം സെക്രട്ടേറിയറ്റിന്റെ ഗേറ്റിങ്കൽ വന്ന് നിൽക്കുമ്പോഴാണ് എന്നും കൂടെ നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം ശനിയാഴ്ച മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളിയെ SIT പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. 3 മണിക്കൂർ അദ്ദേഹം അവരുടെ ചോദ്യ മുൾമുനയിൽ നിന്നു എന്നതാണ് വസ്തുത. അതുമാത്രമല്ല, ഇപ്പോൾ സ്ഥാനമൊഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അദ്ദേഹത്തെയും ചോദ്യം ചെയ്തിരിക്കുകയാണ്. ഇനി ആരിലേക്കാണ് അന്വേഷണം നീളുക എന്നത് അതിന്റെ മുമ്പിൽ പകച്ചു നിൽക്കുകയാണ് CPM. വലിയ ന്യായങ്ങളും തൊഴിൽന്യായങ്ങളും ഒക്കെ പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഇതിൽപ്പെട്ട അല്ലെങ്കിൽ പ്രതിയായ ആളുകളെ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പത്മകുമാറിനെ തൊടാൻ പേടിക്കും ഈ പാർട്ടി, മടിക്കുകയല്ല പേടിക്കും. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാത്തത്. അദ്ദേഹത്തിനെതിരെ പാർട്ടി ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി എടുത്താൽ പിന്നെ പുറത്തു വരുന്നത് CPM-ന് ചിന്തിക്കാൻ മേലാത്ത സത്യങ്ങളായിരിക്കും. അത് പാർട്ടിയുടെ നേതൃത്വത്തിൽ അറിയാം. അതുകൊണ്ടാണ് അങ്ങനെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു പരാജയ കാരണമായില്ല എന്ന് CPM-ഉം CPM-ന്റെ നേതാക്കളും ആവർത്തിച്ചു പറയുമ്പോൾ തന്നെ ഈ മുന്നണിക്ക് ഏറ്റവും വലിയ ഭീഷണിയായിട്ട് അത് വന്നു നിൽക്കുക. അന്വേഷണം അതുപോലെയാണ് നീങ്ങുന്നത്. കഴിഞ്ഞ ദിവസവും അന്വേഷണ സംഘത്തെ ഹൈക്കോടതി അതിനിശ്ചിതമായിട്ട് വിമർശിച്ചു. കാരണം കടകംപള്ളിയുടെ ചോദ്യം ചെയ്യൽ നീണ്ടത്, പ്രശാന്തിന്റെ ചോദ്യം ചെയ്യൽ വൈകിയത്, ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് ഹൈക്കോടതിക്ക് അറിയാൻ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഒന്നും സംഭവിക്കരുത് എന്ന നിർബന്ധം, സമ്മർദ്ദം ഇവിടുത്തെ ഗവൺമെന്റിനുണ്ടായിരുന്നു, CPM-നുണ്ടായിരുന്നു. ആ സമ്മർദ്ദത്തിന്റെ നിഴലിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഒന്ന് താളം ചവിട്ടിയത്, അന്വേഷണം ഒന്ന് മന്ദീഭവിപ്പിച്ചത്. ആ സാഹചര്യത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താണ് ചെയ്തത്? അദ്ദേഹം ഇരിക്കുന്ന ഒരു കസേരയുണ്ട്, നമ്മുടെ മുഖ്യമന്ത്രി പദവി. അതിന്റെ വലിപ്പവും മാഹാത്മ്യവും മനസ്സിലാക്കാതെ കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയെ ഈ സ്വർണ്ണ കവർച്ചയിൽ പിടിച്ചിടാൻ ശ്രമിച്ചത്. പണ്ടങ്കാണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി ഡൽഹിയിൽ ചെന്നപ്പോൾ അവരെ പോയി കണ്ടിട്ടുണ്ടെന്ന്. അതുകൊണ്ട് സോണിയാഗാന്ധി പറഞ്ഞിട്ടാണോ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും വാസുവും ഒക്കെ കൂടെ ചേർന്നിട്ട് അവിടുത്തെ സ്വർണ്ണപ്പാളികൾ ഇളക്കി കൊണ്ടുപോയത്? ഒരു ചിത്രം വെച്ചിട്ട് സോണിയാഗാന്ധിയെ അധിക്ഷേപിക്കാനുള്ള വില കുറഞ്ഞ തന്ത്രമാണ് പിണറായി വിജയൻ നടത്തിയത് എന്നുള്ളത് ഇപ്പോൾ ഓർക്കാവുന്നതാ. കടകംപള്ളിയെയും പ്രശാന്തിനെയും ചോദ്യം ചെയ്ത സാഹചര്യത്തിൽ യാതൊരു മടിയും കൂടാതെ ഓർമ്മിക്കാവുന്ന ഒരു കാര്യമാണിത്. പിന്നീട് എന്താ സംഭവിച്ചത്? ഇത് പറഞ്ഞ് നാവ് വായിലിടുന്നതിന് മുമ്പായിട്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ഒരു ആംബുലൻസിന്റെ താക്കോൽ നമ്മുടെ മുഖ്യമന്ത്രി ഏറ്റുവാങ്ങുന്ന ചിത്രം അങ്ങ് പുറത്തു വന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണെന്നൊക്കെ പറഞ്ഞു നോക്കി, പക്ഷേ സംഗതി സത്യമായിരുന്നു. അതിനെക്കുറിച്ച് പിണറായി വിജയൻ എന്താ വ്യാഖ്യാനിച്ചത്? അദ്ദേഹം ഒരു ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്ന. പിന്നീട് ചിത്രം കണ്ടപ്പോൾ മനസ്സിലായി ആൾക്കൂട്ടത്തിൽ നിന്ന ആളൊന്നും അല്ല, അദ്ദേഹമാണ് ഈ ആംബുലൻസിന്റെ താക്കോൽ നമ്മുടെ മുഖ്യമന്ത്രിക്ക് കൈമാറുന്നത്. ഇതൊന്നും വലിയ തെറ്റായിട്ടൊന്നും നമ്മളാരും കരുതുന്നില്ല കേട്ടോ. ആരെങ്കിലും ഒരാൾ ശബരിമലയിലെ ആവശ്യത്തിന് ഒരു ആംബുലൻസ് തരുന്നു, അതിന്റെ ഒരു താക്കോൽ ഏറ്റുവാങ്ങുന്നു. പക്ഷേ അന്നേരം ഒരു കാര്യം ഓർക്കണം, ഇതുപോലെ പണ്ടെങ്ങോ സോണിയാഗാന്ധിയെ ഈ പോറ്റി പോയി കണ്ടതിന്റെ ഒരു ചിത്രം കാണിച്ചിട്ട് മറ്റുള്ളവരെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല എന്ന് അതെങ്കിലും ഓർക്കേണ്ടതായിരുന്നു. പിന്നീട് ഷിബു ബേബി ജോൺ മറ്റൊരു ചിത്രം പുറത്തുവിട്ടു. ഏതോ ഒരു വിമാനത്താവളത്തിൽ നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ തന്നെ ഈ കടകംപള്ളി സുരേന്ദ്രൻ ഒന്നിച്ചിരിക്കുന്ന ഒരു ചിത്രം. മൊത്തത്തിൽ നോക്കുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് അല്പം ഗ്രഹപ്പിഴയുടെ സമയമാണെന്നാണ് തോന്നുന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും അദ്ദേഹം പിന്മാറില്ല കേട്ടോ. 2 പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ തോറ്റമ്പിയിട്ടും ഇപ്പോ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ സമൂലം പരാജയപ്പെട്ടിട്ടും അദ്ദേഹത്തെ അതൊന്നും ബാധിച്ചിട്ടില്ല, ബാധിക്കുകയുമില്ല. പുതിയ തന്ത്രങ്ങളുമായിട്ട് അദ്ദേഹം വരും. പുതിയതെന്ന് പറയാൻ വയ്യ, പാർട്ടിയെയും ഘടകകക്ഷികളെയും ഭയത്തിന്റെ നിഴലിൽ നിർത്തുന്ന പഴയ തന്ത്രം തന്നെയായിരിക്കും അദ്ദേഹം നടപ്പാക്കുക. പക്ഷെ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്, ഒരു നിർമ്മിതിയായാലും ഒരു വ്യക്തിയായാലും അടിത്തറയിൽ ഒരു കല്ല് ഇളകിപ്പോയാൽ അത് സമൂലം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും. അതൊരു പ്രകൃതി നിയമമാണ്, ശാസ്ത്ര സത്യവുമാണ്.